ലഹരി കേസിൽ പലപ്പോഴായി കേൾക്കുന്ന പേരിലൊന്ന് നടൻ ഷൈൻ ടോം ചാക്കോയുടേതാണ്. അതുകൊണ്ട് തന്നെ ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് വേട്ടയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലും ഷൈൻ ടോം ചാക്കോയുടെ പേരുണ്ട്. എന്നാൽ ആരോപണങ്ങളെല്ലാം ഷൈൻ നിഷേധിക്കുകയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥർ പോലും തന്റെ പേര് പറഞ്ഞിട്ടില്ലെന്നും മാധ്യമങ്ങളാണ് പഴിക്കുന്നതെന്നുമാണ് ഷൈൻ ടോം ചാക്ക പറയുന്നത്. കൊക്കൈൻ കേസിൽ കോടതി വെറുതെ വിട്ടു, എന്നാൽ മാധ്യമങ്ങൾ വെറുതെ വിടുന്നില്ലെന്നും ഷൈൻ പറയുന്നു. സാധാരണക്കാരുടെ മക്കളുടെ പേരാണ് ലഹരി കേസിൽ അറസ്റ്റിലായി എന്ന് പറഞ്ഞ് മാധ്യമങ്ങളിൽ വരുന്നത്. എന്നാൽ ലഹരി മാഫിയയ്ക്ക് പിന്നിൽ ആരും പോകുന്നില്ലെന്നും ഷൈൻ ടോം ചാക്കോ പറയുന്നു. ഷൈനിനും ശ്രീനാഥ് ഭാസിക്കും കഞ്ചാവ് കൊടുത്തു എന്ന് മാധ്യമങ്ങൾ പറയുന്നു. അതോടെ കഴിഞ്ഞു. ഈ 2.5 കോടിയുടെ കഞ്ചാവ് ഇവർക്ക് എവിടെ നിന്ന് കിട്ടി എന്ന് എവിടെയെങ്കിലും വാർത്ത വന്നിട്ടുണ്ടോ? വ്യൂവേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും തന്റെ ഉൾപ്പെടെ പേര് പറഞ്ഞതെന്നും ഷൈൻ ടോം ചാക്കോ വാദിക്കുന്നുണ്ട്. കൊക്കൈൻ കേസിലെ പ്രതികളെ കോടതി വെറുതെ വിട്ടു എന്നാണ് തന്നെ വെറുതെ വിട്ട കേസിൽ മാധ്യമങ്ങൾ എഴുതിയത്. കോടതിയാണ് പ്രതിയാണോ എന്ന് തീരുമാനിക്കേണ്ടതെന്നും സമൂഹത്തെ നന്നാക്കാൻ വേണ്ടിയല്ല മാധ്യമങ്ങൾ വാർത്ത നൽകുന്നത്, വ്യൂവർഷിപ്പിന് വേണ്ടിയാണ്. അത് ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് അറിയാമെന്നും ഷൈൻ ടോം ചാക്കോ വാദിച്ചു. മലയാളത്തിൽ നിന്ന് ഏറ്റവും തിരക്കേറിയ നടന്മാരിൽ ഒരാളാണ് ഷൈൻ ടോം ചാക്കോ. അഭിമുഖങ്ങളിൽ ഷൈൻ ടോം ചാക്കോയുടെ സംസാരവും പ്രവൃത്തിയും എപ്പോഴും ചർച്ചയാകാറുണ്ട്. നടന് സ്വബോധമില്ലെന്ന വാദം ആദ്യമൊക്കെ വന്നിരുന്നു. എന്നാൽ പിന്നീട് ഷൈനിനെ അനുകൂലിച്ചും അഭിപ്രായങ്ങൾ വന്നിരുന്നു. 2015 ഷൈൻ ടോം ചാക്കോയെയും 4 സ്ത്രീകളെയും 7 ഗ്രാം കൊക്കൈനുമായി പിടികൂടിയത്. കേരളത്തിലെ ആദ്യ കൊക്കൈൻ കേസായിരുന്നു ഇത്. ഷൈനിന് ലഹരി മാഫിയുമായി ബന്ധമില്ലെന്നും ആരുടെയോ താല്പര്യങ്ങൾക്ക് ഷൈൻ ഇരയാകുകയായിരുന്നുവെന്നാണ് ഷൈൻ ടോം ചാക്കോയുടെ പിതാവും സഹോദരനും പറയുന്നത്. അതേസമയം കൂട്ടുകാർ തന്നെ ഒറ്റ കൊടുത്തെന്ന് കരുതുന്നില്ല എന്നായിരുന്നു അന്ന് ജാമ്യം ലഭിച്ച ശേഷം ഷൈൻ പ്രതികരിച്ചത്. കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നിന്നും തസ്ലീമ സുൽത്താൻ എന്ന സ്ത്രീയെ ഹൈബ്രിഡ് കഞ്ചാവുമായി പിടികൂടിയിരുന്നു. 2 കോടി വരുന്ന കഞ്ചാവുമായാണ് തസ്ലീമയെ പിടികൂടിയത്. ശ്രീനാഥ് ഭാസിക്കും ഷൈൻ ടോം ചാക്കോയ്ക്കും കഞ്ചാവ് നൽകിയെന്ന് ഇവർ മൊഴി നൽകുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ കരിയറിലെ തിരക്കുകളിലാണ് ഷൈൻ ടോം ചാക്കോ. നടന്റെ പുതിയ തമിഴ് ചിത്രം ഗുഡ് ബാഡ് അഗ്ലി തിയേറ്ററിൽ പ്രദർശനം തുടരുകയാണ്. അജിത്ത് ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്.